നിധിയുടെ മൊബൈലിൽ ഇവന്റെ ഫോട്ടോ ഉണ്ടെന്ന് അവൾ ഏട്ടത്തിയോട് പറയുന്നത് കേട്ടിട്ട് ഞാൻ അവൾ അറിയാതെ ചോർത്തിയെടുത്തതാ. ആന്റി, ഇനി ഇപ്പൊ ഈ പറഞ്ഞ പവിത്രൻ തന്നെയാണ് പ്രണവിനെ പിടിച്ചോണ്ട് പോയിന്ന് വെച്ചോ. അപ്പൊ പിന്നെ പ്രണവ് എനിക്ക് അയച്ച വീഡിയോയുടെ അർത്ഥം എന്താ? പ്രണവ് തന്നെ പറയുന്നുണ്ടല്ലോ ഗൗതമാണ് പിടിച്ചോണ്ട് പോയെന്ന്. ഈ ചോദ്യം എന്റെ മനസ്സിൽ ഉദിച്ചതാ. ആലോചിച്ചപ്പോ പ്രണവ് അങ്ങനെ പറഞ്ഞതിലൊരു കാരണമുണ്ട്. വേണ്ട ആന്റി, എനിക്കിപ്പോഴും ഉറപ്പാ പ്രണവിനെ പിടിച്ചോണ്ട് പോയത് ഗൗതമും നിധിയും തന്നെയാ. നമ്മളെ കേസിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആന്റിയെ തെറ്റിദ്ധരിപ്പിക്കാൻ തന്നെയായിരിക്കും നിധി പാർവതി ആന്റിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഒരു പക്ഷെ അത് അമ്മായിമ്മയും മരുമോളും ചേർന്നിട്ടുള്ള ഡ്രാമ ആയിരിക്കുന്നേ. എനിക്കുറപ്പാ എല്ലാത്തിന്റെ പിന്നിൽ ഗൗതവും നിധിയും തന്നെയാ. ഒരു കാര്യം മാത്രം നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഗൗതമിനെ ജയിലിലിട്ട് നിധി വെറുതെ ഒരു റിസ്ക് എടുക്കില്ല. അത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോഴും പ്രണവ് എനിക്ക് അയച്ച വീഡിയോയുടെ കാര്യത്തില് ആന്റിക്കൊരു വിശദീകരണം തരാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഗൗതമിന്റെ ഏതെങ്കിലും ശത്രുക്കള് ഗൗതമിനെ കൊടുക്കാൻ വേണ്ടി പവിത്രനെ ഉപയോഗിച്ച് പ്രണവിനെ തട്ടിക്കൊണ്ടുപോയതാണെങ്കിലോ? പ്രണവിനെ കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ചിട്ട് അതിന്റെ പഴി കൃത്യമായി ഗൗതമിന്റെ തലയിൽ വെച്ചുകെട്ടി കൊടുത്തതാണെങ്കിലോ? ഗൗതമിന്റെ വളർച്ചയില് അസൂയ പൂണ്ട ഒരുപാട് ബിസിനസ്സുകാര് പുറത്തുണ്ട്. CKC പോലെ, ജ്യോതിർമയെ പോലെ. ആന്റി എന്താ ഈ പറയുന്നേ? CKC ഞങ്ങൾ ജ്യോതി എന്നെ അങ്ങനെയൊന്നും ചെയ്യില്ല. അവരങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്. അവരെ പോലെ ആരെങ്കിലും ഒരാൾ, അതിനൊരു സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ ഊഹിച്ചതിനൊരു കാരണമുണ്ട്. എന്റെ ഒരേ ഒരു ചോദ്യത്തിന് നീ കൃത്യമായി ഉത്തരം പറയണം. പ്രണവ് നിനക്കയച്ച വീഡിയോയില് അവനെ പിടിച്ചുകൊണ്ട് പോകുന്ന സംഭവത്തില് ഗൗതമും നിധിയും നേരിട്ട് ഇടപെട്ടതായിട്ട് പറയുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഗൗതമും നിധിയും ഏർപ്പാടാക്കിയ ഗുണ്ടകൾ പിടിച്ചുകൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുന്നു എന്നല്ലേ പ്രണവ് പറഞ്ഞത്? അതെ. അതിനർത്ഥം ഗൗതമിനോ നിധിക്കോ ഈ വിഷയത്തിലെ ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് തന്നെയല്ലേ? ഞാനിപ്പോ എന്താ ആന്റി വേണ്ടത്? എനിക്ക് ഒരു രൂപവും കിട്ടുന്നില്ല ഒന്നിനും. അതാ ഞാൻ പറയാൻ വന്നത്. ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്ത് നിധി പ്രണവിനെ കണ്ടെത്തിയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അതോടെ പ്രണവ് ഗൗതമിനും നിധിക്കും ഒപ്പം ചേരും. നീ വഴിയാധാരം ആവുകയും ചെയ്യും. കോടതി ഇടപെടലിലൂടെ നിധി ഒരിക്കലും പ്രണവിനെ കണ്ടെത്തരുത്. ഏതെങ്കിലും വിധത്തില് അതിനു മുന്നേ നമുക്ക് ആ പവിത്രനെ കണ്ടുപിടിക്കണം. പ്രണവിനെ രക്ഷിച്ചെടുക്കണം. അങ്ങനെ സംഭവിച്ച ഗൗതം ജയിലിൽ നിന്ന് ഇറങ്ങില്ലേ? പ്രണവിനെ കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഇപ്പൊ ചാർജ് ചെയ്തിരിക്കുന്ന കേസും പ്രണവിന്റെ മൊഴിയും അതുപോലെ നിലനിൽക്കണം. ഗൗതമിന് ശിക്ഷ കിട്ടി ജയിലിൽ പോകാതെ പ്രണവിനെ നീ പുറം ലോകം കാണിക്കരുത്. ആ വഴിയിലേക്ക് പ്രണവിനെ കൊണ്ടുവരേണ്ടത് നിന്റെ ജോലിയാ. ഗൗതം ജയിലിലായി കഴിഞ്ഞാ ഈശ്വരമംഗലത്ത് നിധിയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഈ പ്ലാൻ ഇതുപോലെ നടന്നാൽ സർവ്വ സ്വത്തുക്കളും നിനക്കും പ്രണവിനും മാത്രം അവകാശപ്പെട്ടതായിരിക്കും. ആന്റി പറഞ്ഞത് ശരിയാ. പ്രണവിനെ എങ്ങനെയും കണ്ടെത്തണം. അതിനുള്ള വഴി ആന്റി പറഞ്ഞ പവിത്രൻ തന്നെയാ. ഇവിടെ അധിക സമയം എടുക്കുമോ മാഡം? ഇല്ല. ക്ലാർക്കിനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിന്റെയും പകർപ്പെടുത്തു വെക്കും. ഒരു ആപ്ലിക്കേഷൻ ഇട്ടാൽ മാത്രം മതി. അത് വാങ്ങി എല്ലാം അർജുൻ മാധവന് മെയിൽ ചെയ്ത് കൊടുക്കണം. അതൊക്കെ ഞാൻ ചെയ്തോളാം. മാഡം വാ. നിധി, നീ എന്താ ഈ ഏരിയയിൽ തന്നെ കിടന്ന് കറങ്ങുന്നേ? എന്നും വന്ന് ജഡ്ജിയെ മുഖം കാണിച്ചാ ജാമ്യം അനുവദിച്ചു കിട്ടുമെന്നാണോ കരുതിയിരിക്കുന്നേ? ഈ വക്കീലാണോ ബുദ്ധി ഉപദേശിച്ചത്? എന്തായാലും അത്ര വലിയ വിഡ്ഢിത്തൊന്നും ഈ വക്കീല് ചെയ്യില്ലെന്ന് എനിക്കറിയാം. കാരണം അഡ്വക്കേറ്റ് ലതാദേവി ബുദ്ധിമതിയാ.
അതുകൊണ്ടാണല്ലോ ഹേബിയസ് കോർപ്പസ് ഹർജി മൂവ് ചെയ്യാന്ന് നിന്നെ ഉപദേശിച്ചത്. ഹ, ഇതെങ്ങനെ ഞാൻ അറിഞ്ഞൂന്നല്ലേ ഈ നോട്ടത്തിന്റെ അർത്ഥം? അതാണ് ജ്യോതിർമയി. തൽക്കാലം അത്രയും അറിഞ്ഞാ മതി നീ.